വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങളുമായി മൂന്ന് മുന്നണികളും സജീവമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും രാവിലെ നടക്കും. വിശദാംശങ്ങളുമായി റിയാസ് കെമാറും മേഘ്ന മുരളിയും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് റിയാസ് കെമാറിലേക്ക് പോകാം. റിയാസ്, ഗുഡ് മോർണിംഗ്. വയനാട് വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശമെല്ലാം ഇന്നലെ നടന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് വൃന്ദ. എന്തായാലും ഇന്ന് വയനാട്ടിൽ നിശബ്ദ പ്രചരണമാണ്. മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ അവസാന വട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് വയനാട്ടുകാരോട് പറയാനുള്ളത്, ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സർപ്രൈസ് എൻട്രി ആർക്കും എപ്പോഴും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ പരിപാടികൾ അതിന്റെ ഷെഡ്യൂൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തന്നെ തുടരുകയാണ്. UDF സ്ഥാനാർത്ഥി അവർ ഇന്ന് അപ്രതീക്ഷിതമായ ചില സന്ദർശനങ്ങളായിരിക്കും. പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട്, ആളുകൾ കൂടാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടില്ല. പകരം സർപ്രൈസ് എൻട്രി ആയിരിക്കും ഇന്നുണ്ടാവുക. ചില വീടുകളിൽ, ചില ബൂത്തുകളിലും ഒക്കെ പ്രിയങ്ക ഗാന്ധി എത്തും എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി രാവിലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ അടിവാരത്താണ് ഉള്ളത്. അദ്ദേഹം രാവിലെ അവിടെ എത്തി പിന്നീട് നേരെ മലപ്പുറം ഭാഗത്തേക്ക് പോകും. വയനാട് മണ്ഡലത്തിന്റെ മലപ്പുറം ഭാഗത്തേക്ക് പോകും. അവിടെ വോട്ടർമാരെ നേരിട്ട് കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് അദ്ദേഹം ഉള്ളത്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ആകട്ടെ ഇന്ന് പൂർണ്ണമായും വയനാട് ജില്ലയിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ബൂത്ത് തലങ്ങളിലും മറ്റും എത്തി പ്രവർത്തകരെ കണ്ട്, പ്രധാന വ്യക്തികളെയൊക്കെ കണ്ട് തന്റെ BJPയുടെ വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നവ്യ ഹരിദാസും ഉള്ളത്. അങ്ങനെ സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ അവരുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. നേതാക്കൾ പ്രാദേശിക തലത്തിലെ പ്രവർത്തകരുടെ നേതൃത്വത്തിലെല്ലാം തന്നെ വീടുകൾ കയറി സ്ലിപ്പ് കൊടുക്കുകയും മറ്റും ഒക്കെ ചെയ്യുന്ന ഒരു അവസാനവട്ട ഒരുക്കങ്ങളിലാണുള്ളത്. ഒപ്പം ഉദ്യോഗസ്ഥരാവട്ടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി മുന്നോട്ടു പോവുകയാണ്. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പ്രക്രിയ രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കും. മലപ്പുറത്തും ഒപ്പം തന്നെ കോഴിക്കോട് തിരുവമ്പാടിയിലും വയനാട് ജില്ലയിലും എല്ലാം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അതാത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച കേന്ദ്രങ്ങളിൽ വെച്ച് രാവിലെ 8 മണിയോടുകൂടിയാണ് നടക്കുക. അത് കഴിഞ്ഞ് നേരെ പോളിംഗ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിലേക്ക് പോകുന്നു. ഇത്തവണ പ്രധാനമായും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ 3 ഇടങ്ങളിലെ 3 വാർഡുകളിലെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കിക്കൊണ്ട് പുതിയ പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 11 പോളിംഗ് ബൂത്തുകളിൽ മാറ്റം ഉണ്ട് എന്ന് വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ മുൻപ് നിശ്ചയിച്ച 11 പോളിംഗ് ബൂത്തുകളിൽ റാഷണലൈസേഷന്റെ ഭാഗമായി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരം, അതിൽ ആദ്യം നമ്മൾ പറയേണ്ടത് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലയിലുള്ള പ്രദേശമാണ്. GHSS വെള്ളാർമല പുതിയ കെട്ടിടം വലത് ഭാഗത്തിൻ്റെത്. അത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കല്യാണ മണ്ഡപം ഹാളിന്റെ വടക്ക് ഭാഗത്തേക്കാണ്. ഈ GHSS വെള്ളാർമലയിലെ പുതിയ കെട്ടിടം വലത് ഭാഗത്ത് ആ ബൂത്തിൽ വോട്ട് ചെയ്തിരുന്ന ഇപ്പോൾ അവശേഷിക്കുന്ന ദുരന്തബാധിതരായ മനുഷ്യർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കല്യാണ മണ്ഡപം ഹാളിന്റെ വടക്ക് ഭാഗത്താണ്. GHSS വെള്ളാർമലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഇടത് ഭാഗത്ത് വോട്ട് ചെയ്തിരുന്ന മനുഷ്യർ GHSS മേപ്പാടിയിലാണ് വോട്ട് ചെയ്യേണ്ടത്. GHSS വെള്ളാർമലയിലെ പുതിയ കെട്ടിടത്തിൽ വോട്ട് ചെയ്തിരുന്ന ആളുകൾ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കല്യാണ മണ്ഡപം ഹാളിന്റെ തെക്ക് ഭാഗത്താണ് വോട്ട് ചെയ്യേണ്ടത്. കൂടാതെ മറ്റ് ഇടങ്ങളിലുള്ള ബൂത്തുകളിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതാത് ബൂത്ത് തലങ്ങളിലേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അവരുടെ വോട്ടർമാരെ അറിയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അധികൃതർക്കുണ്ട്. ശരി, മേഘ്നയിലേക്കാണ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ എങ്ങനെയാണ് മേഘ്ന പുരോഗമിക്കുന്നത്?
ചേലക്കരയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതിൽ രമ്യ ഹരിദാസ് ആണെങ്കിലും UR പ്രദീപ് ആണെങ്കിലും K ബാലകൃഷ്ണൻ ആണെങ്കിലും അത് അവരുടെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുന്നു. കഴിഞ്ഞ 27 ദിവസങ്ങളായി ഇത്തരത്തിൽ ശബ്ദമുഖരിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞു വയ്ക്കാവുന്ന തരത്തിലായിരുന്നു ചേലക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത്. അത് ഇന്നലെ ഈ ഒരു ശബ്ദ പ്രചരണത്തിന്റെ അവസാന കാലഘട്ട സമയങ്ങളിൽ കുട്ടിക്കലാശം നടക്കുന്ന സമയത്തും അത്തരത്തിൽ വലിയ തരത്തിൽ ഇഞ്ചോടിഞ്ച് ആവേശം അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം അത് രാഷ്ട്രീയ മത്സരം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ വിവാദങ്ങളൊക്കെ വലിയ തരത്തിൽ സജീവമായി നിൽക്കുന്ന രീതിയിലായിരുന്നു ചേലക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത്. അത് ഇന്നും ഇനി അവസാന നിശബ്ദ പ്രചരണ ദിവസവും എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, എല്ലാവരും വിദേശത്തിൽ നിന്നടക്കമുള്ളവരുടെ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളെയും അവരുടെ വോട്ട് ബാങ്ക് അത് ഉറപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവസാന സമയത്തും ഈ മുന്നണികൾ അത്തരത്തിലുള്ള ഓട്ടപ്പാച്ചിലുകളിൽ അവസാനം വോട്ടുറപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവസാനം പോയെന്ന് ജനങ്ങളെ കണ്ട് അല്ലെങ്കിൽ വോട്ടർമാരെ കണ്ട് അവരുടെ വീടുകളിലെത്തി ഒരു വോട്ടുറപ്പിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. അതിൽ ഈ ചേലക്കര നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ചേലക്കര 3 മുന്നണികളും ഇന്ന് ഒരു വിജയത്തിലേക്ക് എത്തും അല്ലെങ്കിൽ അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിജയപ്രതീക്ഷ 3 മുന്നണികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചേലക്കര മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷങ്ങളായി LDFിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ LDFിൻ്റെ കോട്ട എന്നൊക്കെ വലിയ തരത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ആ ഒരു കോട്ടകൾക്കപ്പുറത്തേക്ക് വലിയ തരത്തിലൊരു ത്രികോണ മത്സരം അല്ലെങ്കിൽ UDFും BJPയും വലിയ തരത്തിൽ മുന്നേറുന്ന അല്ലെങ്കിൽ പ്രചരണ വിഷയങ്ങളിൽ വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് തന്നെയാണ് ഈ ഒരു ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ വലിയ തരത്തിൽ ചർച്ചാ വിഷയമാക്കുകയും ചെയ്യുന്നത്. അതിൽ ഇന്നലെ കൊട്ടിക്കലാശ ദിവസത്തിലടക്കം വലിയ വിവാദമുണ്ടാകുന്നു. ഈ K രാധാകൃഷ്ണൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട MLA ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതകളുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLAയുടെ പ്രസ്താവന ഉണ്ടാകുന്നു. ആ പ്രസ്താവനകളെ അടക്കം പിടിച്ചുകൊണ്ട് ഇന്നലെ അവസാന ദിവസമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 27ാം ദിവസമായിട്ടുള്ള ഇന്നലെയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. മാത്യു കുഴൽനാടൻ ആദ്യം ഒരു പരാമർശവുമായി, അതായത് ഈ ദളിത് സാന്നിധ്യം വലിയ തരത്തിൽ അവഗണിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു സർക്കാരിൻ്റേത് എന്നുള്ളതാണ് ഈ K രാധാകൃഷ്ണനെ MP ആക്കി മത്സരിപ്പിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഒരു പരാമർശം എന്ന് പറയുന്നത്. ആ പരാമർശത്തിന് മറുപടിയുമായി പാർട്ടി സെക്രട്ടറി അടക്കം രംഗത്ത് വരുന്നു. അങ്ങനെ ഇന്നലെ അടക്കം ഈ ചേലക്കര മണ്ഡലത്തിൽ വലിയ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ വിവാദങ്ങളെ ചൂടുപറ്റി വലിയ തരത്തിൽ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗോത മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കൂടാതെ അതിൽ ഈ പാലക്കാട് വലിയ വിഷയങ്ങളും അല്ലെങ്കിൽ വലിയ സ്റ്റണ്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പക്ഷേ ശക്തമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകുന്നത് ചേലക്കര മണ്ഡലത്തിലാണ്. അല്ലെങ്കിൽ അവിടെ ആര് ജയിക്കുന്നു, ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ആരാണോ ജയിക്കുന്നത് അവരുടെ വിജയമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം എന്ന് പറയേണ്ടി വരും. കാരണം 26 വർഷമായി K രാധാകൃഷ്ണൻ്റെ അടക്കം കൈവെള്ളയിൽ ഒതുങ്ങി നിന്ന മണ്ഡലമാണ് ചേലക്കര. അവിടെ നിന്ന് എങ്ങനെയാണ് UDFന് അത് ആ ഒരു വിജയം കൈക്കലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ UDF ഈ ഒരു ചേലക്കര മണ്ഡലത്തിലെ വിജയം കൈപ്പിടിയിൽ ഒതുക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയാനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മുന്നണികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലൊന്നും ഇത്തരത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ട് എന്നുള്ളൊരു പ്രതീതി പോലും ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത്തരത്തിലല്ല ഒരു സംഭവം എന്ന് പറയുന്നത്. UDF മുന്നണികൾ അത് K സുധാകരൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ താഴെത്തട്ടിലടക്കം ഇറങ്ങി പ്രവർത്തിക്കുന്നു. അവിടെ നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ LDFിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ വരുന്നു, അതായത് ചേലക്കര മണ്ഡലം പിടിച്ചെടുക്കാമെന്നുള്ളത് മറ്റു മുന്നണികളുടെ വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ ചേലക്കര മണ്ഡലത്തിൽ വന്ന് പ്രസംഗിച്ചത്. അത്തരത്തിൽ വലിയ തരത്തിൽ LDFും അവിടെ കോട്ട കാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാവുക ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്. അതിൽ വള്ളൂരടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ആരെ തുണയ്ക്കുന്നോ അവർ അവിടെ വിജയം കൊയ്യുമെന്നുള്ളതാണ്. കൂടാതെ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ അത്രയേറെ സുപരിചിതയായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. കൂടാതെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ച് ഈ പ്രചരണത്തിൽ വലിയ തരത്തിൽ പരിചയമുണ്ട്, ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വലിയ പരിചയമുള്ള സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. കൂടാതെ UR പ്രദീപ് എന്ന് പറയുന്നത് അത്തരത്തിൽ വലിയ പ്രാദേശിക ബന്ധങ്ങളുള്ള പാർട്ടി വോട്ടുകൾ UR പ്രദീപിലേക്ക് എന്തായാലും എത്തുമെന്നുള്ളൊരു വിശ്വാസം LDFിലുമുണ്ട്. പക്ഷേ ഈ ഒരു ചേലക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഈ നമ്മൾ ഇടതു കോട്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഉറച്ച കോട്ട എന്നതിനപ്പുറത്തേക്ക് ആളുകളെ നോക്കി തരം നോക്കി വോട്ട് ചെയ്യുന്ന
മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ UR പ്രദീപിനും രമ്യ ഹരിദാസിനും കെ ബാലകൃഷ്ണനും ഒക്കെ അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് എത്ര വോട്ടുകൾ പിടിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് അത് കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവത്തിൽ അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവത്തിലായിരുന്നു ഇത്രയും നാളുകൾ അവിടെ ഇടതുപക്ഷം ആ മണ്ഡലം കാത്തത് എന്ന് പറയണം. കാരണം കഴിഞ്ഞ ഈ 96-ന് മുന്നെയൊക്കെ കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥി അടക്കം ഈ വ്യക്തിപ്രഭാവം കൊണ്ട് അവിടെ വിജയിച്ചു കയറിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ വ്യക്തിപ്രഭാവം കൊണ്ട് ജനങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് അവർക്കായിരിക്കും വോട്ടുണ്ടാവുക, അവരായിരിക്കും നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ മത്സരം നടക്കുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവറിന്റെ സാന്നിധ്യമാണ്. അതിൽ ആദ്യം രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥി ആക്കുന്നതിലടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞാണ് NK സുധീർ എന്ന് പറയുന്ന മുൻ KPCC സെക്രട്ടറി DMK-യിലേക്ക് ചേരുകയും അൻവറിന്റെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ NK സുധീർ കോൺഗ്രസിന്റെ വോട്ടുകൾ എത്ര പോലെ എടുക്കും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് NK സുധീറിലേക്ക് വോട്ട് എത്തുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ രമ്യ ഹരിദാസിന് അപര സ്ഥാനാർത്ഥി എന്നോണം ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഫാക്ടറുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ള കാര്യം, കൂടാതെ വലിയ തരത്തിൽ വോട്ടർമാരെ ചേർക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടർമാരെ ചേർക്കാനുള്ള ശ്രമങ്ങൾ അടക്കം LDF-ഉം UDF-ഉം ഒക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തായിരിക്കും അത് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകുമോ, കൂടാതെ NDA എത്തരത്തിലാണ് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയായിരിക്കും നാളെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ഇന്നത്തെ മണ്ഡലത്തിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അവസാനഘട്ട വീടുകളിലെത്തുന്നു. ഈ വീടുകളിലെത്തി കാണാൻ പറ്റാതെ പോയവരെ കാണുക, കൂടാതെ പല നേതാക്കളെയും മതനേതാക്കളെയും കാണുക. കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിൽ മുഹമ്മദ് റിയാസിനെ അടക്കം രംഗത്തിറക്കിക്കൊണ്ടാണ് LDF അതിൽ ഒരു പ്രചരണം നടത്തുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളടക്കം UDF-ന് വേണ്ടി പ്രചരണം നടത്തുന്നു. കൂടാതെ മാത്യു കുഴൽനാടിൻ്റെ അടക്കം ഇന്നലത്തെ അടക്കം പ്രസ്താവനകൾ അത് വലിയ തരത്തിൽ വോട്ട് കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. അത്തരത്തിൽ ഈ പ്രചരണങ്ങളൊക്കെ ആക്കം കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രചരണങ്ങളൊക്കെ ശക്തി പകർന്നുകൊണ്ട് ഇന്നലെ കൊട്ടിക്കലാശത്തിലടക്കം വലിയ തരത്തിൽ, അതായത് ഈ കൊട്ടിക്കലാശം നടക്കുമ്പോഴടക്കം ആർക്കാണ് അവിടെ ഒരു ആധിപത്യം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ആരാണ് അവിടെ വിജയം കൈവരിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു NDA-യുടെയും LDF-ന്റെയും UDF-ന്റെയും കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്. അതിൽ ഈ പാലക്കാടായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ഈ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായത്. എങ്കിൽ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് അത് ചേലക്കര മണ്ഡലത്തിൽ തന്നെയാണ്. 26 വർഷത്തെ ഇടതുകോട്ട, ആ ഇടതുകോട്ട മറികടക്കാൻ രമ്യ ഹരിദാസിനാകുമോ എന്ന കാര്യം, അതിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലടക്കം വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ കോൺഗ്രസ് നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പല സമ്മേളന വേദികളിലും നേരിട്ടെത്തി പ്രസംഗിച്ചാണ് ചേലക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഒരു ശക്തമായ പോരാട്ടം, അതായത് ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞു വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചേലക്കര മണ്ഡലത്തിലുള്ളത്. ഇനി അറിയാനുള്ളത് ആര് അല്ലെങ്കിൽ ആർക്ക് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതും. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് സർക്കാരിൻ്റെ വിധിയെഴുത്താകുമോ, കൂടാതെ പ്രതിപക്ഷം എങ്ങനെ ഈ കാലയളവിൽ പ്രവർത്തിച്ചു, കൂടാതെ DMK-യുടെ പങ്ക്, അൻവറിൻ്റെ പങ്ക്, കൂടാതെ അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് അനുകൂലമാകുന്നു. കഴിഞ്ഞ തവണയൊക്കെ ഇടതുപക്ഷത്തെയായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. കൂടാതെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചിരുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നത് VK ശ്രീകണ്ഠന്റെ ഭാര്യയായിട്ടുള്ള തുളസിയായിരുന്നു. അങ്ങനെ അത്രയധികം കേട്ടുകേൾവി ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയധികം സ്വാധീനമില്ലാത്ത ആ സ്ഥാനാർത്ഥിക്ക് പോലും UR പ്രദീപ് ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ജയിച്ചു വന്നത്. അങ്ങനെ UDF-ന് പ്രതീക്ഷകളേറെയാണ്. ഈ മണ്ഡലം പിടിക്കാൻ പറ്റുമെന്നുള്ള വലിയ പ്രതീക്ഷ UDF-നുണ്ട്. അത് അങ്ങനെല്ലെങ്കിൽ ആ കോട്ട വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമം LDF നടത്തുന്നു. വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ NDA ശ്രമിക്കുന്നു. കൂടാതെ DMK-യുടെ ഒരു രാഷ്ട്രീയത്തിലെ പങ്ക് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ചേലക്കരയിലേത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഗോത അത്രയേറെ സജീവമായി നിൽക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വരെ സ്ഥാനാർത്ഥികൾ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കൂടാതെ നാളെ ജനങ്ങൾ ബൂത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ കുറച്ചുകൂടി സജീവമായി നിർത്തിക്കൊണ്ട് അത് സർക്കാരിൻ്റെ വിലയിരുത്തലായി തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള കാര്യം UDF ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള രമ്യ ഹരിദാസിൻ്റെ പാട്ടടക്കമുള്ള കാര്യങ്ങൾ, ഈ പാട്ട് പാടിയുള്ള ഒരു വോട്ട് പിടുത്തമൊക്കെ രമ്യ ഹരിദാസ് കുറച്ചുകൊണ്ട് കൃത്യമായും ഗൗരവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്കാണ് UDF പോയിട്ടുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലും ചേലക്കര മണ്ഡലം സജീവമായി നിൽക്കുകയാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി നാളെ എന്താവുമെന്നുള്ളത് UDFും ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നു, LDFും ക്യാമ്പ് ചെയ്യുന്നു. അങ്ങനെ ഇനി നാളെ എന്താവുമെന്നുള്ളത് പോളിംഗ് ശതമാനം അനുസരിച്ചായിരിക്കും അതിൽ ആര് വിജയിക്കും അല്ലെങ്കിൽ ആർക്ക് അനുകൂലമാകുമെന്നുള്ള ആദ്യഘട്ട സൂചനകൾ ലഭിക്കുന്നുണ്ടാവുക. തീർച്ചയായും പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കം രാവിലെ നടക്കും. ഈ ബൂത്തുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വൃന്ദ, പോളിംഗ് ബൂത്തിലേക്കുള്ള സാമഗ്രികളുടെ വിതരണവും അല്പസമയത്തിനകം തന്നെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കും. അതിൽ പ്രധാനമായും ഈ മണ്ഡലങ്ങളിലെ ബൂത്തിലെ ആൾക്കാരുടെ എണ്ണം ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബൂത്തിലേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തുന്നുണ്ടാവുക. അങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ സജീവമായിട്ട് ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണ് ചേലക്കര നിയമസഭാ മണ്ഡലം ഒരു തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നത്. അതിൽ സ്ഥാനാർത്ഥികളടക്കം ഇടപെട്ടുകൊണ്ട്, അതായത് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി സ്ഥാനാർത്ഥികളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ വോട്ട് ശതമാനം ഉയർന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥികൾക്ക് ഒരു വിജയപ്രതീക്ഷ അല്ലെങ്കിൽ എത്രത്തോളം വോട്ട് ശതമാനം ഉയരുന്നോ അത്രത്തോളം വിജയപ്രതീക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താനാണ്. അതിൽ അല്പസമയത്തിനകം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും. അത് ഉച്ചയോടുകൂടി മാത്രമേ അവസാനിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഈ പോളിംഗ് ബൂത്ത് സജ്ജീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടാവുക. അതിനുശേഷം നാളെ 8 മണിയോടുകൂടി തന്നെ ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും, വോട്ട് ചെയ്യാൻ ആരംഭിക്കും. അതിൽ ഈ പ്രാദേശിക തലത്തിൽ എത്തുമ്പോഴും അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലേക്ക് എത്തുമ്പോഴും പ്രധാനമായും ആൾക്കാരൊക്കെ പറയുന്നത് ഇവിടെ ഒരു മത്സരമുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു മത്സരം, അതായത് 26 വർഷമായി K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയുടെ MLAയുടെ മണ്ഡലമായിട്ടുള്ള, അത് മറ്റ് ആൾക്കാർക്ക് വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകുന്നൊരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ നേട്ടമായിട്ടാണ് UDF ക്യാമ്പ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ UR പ്രദീപിനെ മറികടന്നുകൊണ്ട് രമ്യ ഹരിദാസിനെ, കൂടാതെ രമ്യ ഹരിദാസിന് വലിയ തരത്തിൽ പ്രാദേശിക തലത്തിൽ വലിയ ഒരു പിന്തുണയുണ്ട്. കൂടാതെ K രാധാകൃഷ്ണനോട് ചെറിയ വോട്ടിനാണ് രമ്യ ഹരിദാസ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലൊരു നീക്കങ്ങളിലേക്ക്, അതായത് ഇത്തരത്തിൽ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു പ്രതീതി, അതായത് ഒരു മത്സരമുണ്ട് അല്ലെങ്കിൽ ജയിക്കുകയാണെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ UR പ്രദീപ് ജയിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രതീതി മണ്ഡലത്തിലുണ്ട്. ത്രികോണ മത്സരം എന്നൊരു പ്രതീതി മണ്ഡലത്തിലുണ്ട്. അങ്ങനെയാണ് മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ പോകുന്നത്. എന്തായാലും അത് നാളത്തെ ഒരു പോളിംഗ് ശതമാനം അനുസരിച്ച് മറ്റ് തലത്തിലേക്ക്, അതായത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ആർക്ക് അനുകൂലമായിരിക്കും എന്നുള്ള ആദ്യഘട്ട സൂചനകൾ ലഭിക്കും. തീർച്ചയായും ഇവർ ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ചേലക്കരയിൽ ഉണ്ടാവുക. LDFിന്റെ വർഷങ്ങൾ പഴക്കമുള്ള കോട്ട തകർക്കാൻ തന്നെയാണ് മറ്റ് മുന്നണികളുടെ ശ്രമം. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങളുമായി 3 മുന്നണികളും മണ്ഡലത്തിൽ സജീവമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മേഘ്ന മുരളി.